In this video on design of concrete structures, we will discuss in detail about the singly reinforced beam design problems. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സിംഗിൾ റീഇൻഫോഴ്സ് ബീമിൻ്റെ ഡിസൈൻ സ്റ്റെപ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് എങ്ങനെയാണ് ഒരു റീഇൻഫോഴ്സ് ബീമിൻ്റെ പ്രോബ്ലം എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഒരു 8 സ്റ്റെപ്സായിട്ട് നമ്മൾ ടോട്ടൽ പ്രോബ്ലത്തിൻ്റെ എലിമിനേറ്റ് മെത്തേഡിൽ ഡിസൈൻ സ്റ്റെപ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തായിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്സ് വെച്ചിട്ട് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഡിസൈൻ എ സിംഗിളി റീഇൻഫോഴ്സ് കോൺക്രീറ്റ് ബീം to suit the following data: clear span 3 meter and width of support 200 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. വർക്കിംഗ് ലൈവ് ലോഡ് തന്നിട്ടുണ്ട് 6 kN/m. M20 കോൺക്രീറ്റും Fe415 സ്റ്റീലും യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡേറ്റ തന്നേക്കുന്നത്? നമുക്ക് സ്പാൻ തന്നിട്ടുണ്ട് അല്ലേ, 3 മീറ്റർ സ്പാനുള്ള ഒരു ബീമാണ് തന്നേക്കുന്നത്. അതേപോലെ സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് 200 mm ആണ് തന്നിട്ടുണ്ട്. മൊത്തം സപ്പോർട്ട് തന്നിട്ടുണ്ട് 200 mm വിഡ്ത്താണ് തന്നിട്ടുണ്ട്. ലൈവ് ലോഡ് തന്നിട്ടുണ്ട് വാല്യൂ 6 kN/m. ഡെഡ് ലോഡ് തന്നിട്ടില്ല. അപ്പോൾ സാധാരണ ഡെഡ് ലോഡ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സെൽഫ് വെയ്റ്റിനെയാണ് നമ്മൾ പറഞ്ഞ ഡെഡ് ലോഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ഇനി FCKയുടെ വാല്യൂയും FYയുടെ വാല്യൂ നമുക്ക് 20ഉം 415 ആണെന്ന് നമുക്ക് ഗ്രേഡ്സ് ഓഫ് സ്റ്റീലും കോൺക്രീറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് സെക്ഷൻ്റെ സൈസ് ഡിറ്റർമൈൻ, അല്ലെങ്കിൽ ട്രയൽ സെക്ഷൻ്റെ സൈസ് എത്രയാണ് എന്നുള്ളത് ഫിക്സ് ചെയ്യണം. എന്തൊക്കെയാണ്? വിഡ്ത്ത്, ഓവറോൾ ഡെപ്ത്ത്, എഫക്റ്റീവ് ഡെപ്ത്ത് ആൻഡ് എഫക്റ്റീവ് ലെങ്ത്. ഇത്രയും സാധനങ്ങൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എഫക്റ്റീവ് ഡെപ്ത്ത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യുന്നു. ഒരു സ്പാൻ ടു ഡെപ്ത്ത് റേഷ്യോ പേജ് നമ്പർ 37 ബേസ് നോക്കി കഴിഞ്ഞാൽ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിന് സ്പാൻ ടു ഡെപ്ത്ത് റേഷ്യോ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫിഗർ അനുസരിച്ച് നമുക്ക് 3 മീറ്റർ സ്പാനാണ്. 3 മീറ്റർ സ്പാൻ എന്ന് വെച്ചാൽ വിത്തിൻ 10 മീറ്റർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്പാൻ ടു ഡെപ്ത്ത് റേഷ്യോ ലൈവ് സിംപ്ലി സപ്പോർട്ട് ബീമിന് 20 എന്ന വാല്യൂ നമുക്ക് L/D റേഷ്യോ 20 എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് Lൻ്റെ വാല്യൂ എത്രയാണ്? 3 മീറ്റർ അല്ലേ, അപ്പോൾ 3000 mm ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റീവ് ഡെപ്ത്ത് 150 mm എന്ന് കിട്ടും. അതിന് നമുക്ക് എത്ര ഇടാം? 150 എന്നുള്ളത് എപ്പോഴും നമ്മൾ കുറച്ചും കൂടി ഹയർ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും സേഫ്. 10 to 15% വരെ ഹയർ ആയിട്ട് അസ്യൂം ചെയ്താലും തെറ്റില്ല. അപ്പോൾ നമുക്ക് 150 എന്നുള്ളത് 160 mm ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത്തിന്. ഇപ്പോൾ എഫക്റ്റീവ് ഡെപ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? ഓവറോൾ ഡെപ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റെ കവർ കൂടി ആഡ് ചെയ്താൽ മതി എന്ന് നമുക്കറിയാം. അപ്പോൾ എഫക്റ്റീവ് കവറും കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കവർ നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് കോഡിൽ ഓരോ എന്താണ് എക്സ്പോഷർ കണ്ടീഷൻ അതിൻ്റെ ബേസിസിൽ ഒരു ക്ലോസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് 40 mm എന്നാണ് സാധാരണ ബീമിനൊക്കെ നമ്മൾ 40 to 45 റേഞ്ചിനാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ഓവറോൾ ഡെപ്ത്ത് നമുക്ക് 200 mm എന്നൊരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വിഡ്ത്തിൻ്റെ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു. സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ മിനിമം സപ്പോർട്ടിൻ്റെ വിഡ്ത്തെങ്കിലും കൊടുക്കണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് 200 mm ആണ് ഇവിടെ തന്നിരിക്കുന്ന സപ്പോർട്ടിൻ്റെ വിഡ്ത്ത്. അതുകൊണ്ട് നമ്മൾ 200 mm വിഡ്ത്തായിട്ട് സെലക്ട് ചെയ്യാം ബീമിൻ്റെയും. ഇനി എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്തും അതേപോലെ സെൻറ്റർ ടു സെൻറ്റർ സപ്പോർട്ടും. ഈ 2 വാല്യൂവിൽ മിനിമം വാല്യൂ ഏതാണോ അതാണ് നമ്മൾ സാധാരണ എഫക്റ്റീവ് സ്പാനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ സ്പാൻ നമുക്ക് 3 മീറ്റർ തന്നിട്ടുണ്ട്. എഫക്റ്റീവ് ഡെപ്ത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 160 mm എന്ന്. അപ്പോൾ നമുക്ക് 3.16 മീറ്റർ എന്നൊരു വാല്യൂ കിട്ടി. അതേപോലെ സെൻറ്റർ ടു സെൻറ്റർ സപ്പോർട്ട് എന്ന് പറയുമ്പം മൊത്തം ക്ലിയർ സ്പാൻ 3 മീറ്റർ ആണ്. അതിൻ്റെ കൂടെ സപ്പോർട്ട് എടുത്ത് 200 mm ആണ് അല്ലേ. അപ്പോൾ ഓരോ സൈഡിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ആകുമ്പം 100ഉം 100ഉം 2 സൈഡിലേക്ക് ആഡ് ചെയ്യും. അതാണ് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.1ഉം സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ മൊത്തം 3 മീറ്റർ പ്ലസ് 0.1 പ്ലസ് 0.1 ചെയ്യുമ്പോൾ 3.2 മീറ്റർ കിട്ടും. ഞാൻ പറഞ്ഞു മിനിമം ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ മിനിമം വാല്യൂ എത്രയാണ്? 3.16 മീറ്റർ ആണ്. ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത്തിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ എഫക്റ്റീവ് സ്പാൻ ആയിട്ട് അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് മിനിമം വാല്യൂ. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോഡ് കാൽക്കുലേഷൻ ആണ്. ലോഡ് കാൽക്കുലേഷൻ സാധാരണ നമുക്ക് ഡെഡ് ലോഡും ലൈവ് ലോഡും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഈ ഡെഡ് ലോഡും ലൈവ് ലോഡും പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഓക്കെ നമുക്ക് 875 പാർട്ട് 1, 2, 3, 4, 5 എന്ന കോഡ് ബുക്സ് യൂസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതേപോലെ നമുക്കിവിടെ ഡെഡ് ലോഡിൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് സെൽഫ് വെയ്റ്റിനെയാണ് നമ്മൾ സാധാരണ ഡെഡ് ലോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം സെൽഫ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. കോൺക്രീറ്റ് ഡെൻസിറ്റി 25 kN/m³ ആണ് നമുക്കറിയാം. വോളിയം എന്ന് വെച്ചാൽ B × D × L ആണ്. പക്ഷേ നമ്മളിവിടെ പെർ മീറ്റർ ലെങ്ത്തിൽ നമ്മൾ ലോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് B × D മാത്രം എടുത്താൽ മതി. പെർ മീറ്റർ ലെങ്ത്തിലാണ് നമ്മൾ വോളിയം കൺസിഡർ ചെയ്യുന്നത്, സെൽഫ് വെയ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ സ്മോൾ ബി എന്ന് പറയുന്നത് നമ്മൾ 0.2 എന്നും ക്യാപിറ്റൽ ഡി ഓവറോൾ ഡെപ്ത് നമ്മൾ 200 mm എന്നും ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 kN/m³
പെർ മീറ്റർ എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. അതേപോലെ ലൈവ് ലോഡ് നമുക്ക് ഗിവൺ ഡേറ്റയാണ്. വർക്കിംഗ് ലോഡ് തന്നിട്ടുണ്ട് 6 kN per meter എന്നൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ടോട്ടൽ ലോഡ് എത്രയായി? 6 + 1 7 kN per meter എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി ടോട്ടൽ ലോഡ്. പക്ഷേ ഇത് ഫാക്ടർ ലോഡാണോ? അല്ല. നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ ബേസിസിൽ നമ്മൾ എല്ലാ ലോഡിനെയും ഫാക്ടറൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഫാക്ടർ ലോഡ് എന്ന് പറയുമ്പോൾ ഒരു ഫാക്ടർ സേഫ്റ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സാധാരണ പേജ് നമ്പർ 68 ടേബിൾ 18 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെഡ് ലോഡും ലൈവ് ലോഡും മാത്രം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഫാക്ടർ ലോഡ് ഏറ്റെടുക്കുന്നത് 1.5 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ 1.5 ഇൻറ്റു ഇപ്പോൾ ടോട്ടൽ ലോഡ് എത്രയാണ്? 7 ചെയ്യുമ്പോൾ 10.5 Newton per meter എന്നൊരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ഈ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സിൻ്റെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിന് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്താണ്? W²/8ഉം അതുപോലെ ഷിയർ ഫോഴ്സ് WL/2 ആണെന്നറിയാം. രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലോഡ് നമ്മൾ കണ്ടുപിടിച്ചു 10.5 ആണെന്ന്. ലെങ്ത്ത് നമ്മൾ ചെയ്യുന്നത് എഫക്റ്റീവ് സ്പാൻ എടുക്കേണ്ടത്. എഫക്റ്റീവ് സ്പാൻ 3.16 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് രണ്ട് കഴിയുമ്പോൾ നമുക്ക് 3.10 kN/m ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സ് 16.59 kN നിന്നും നമുക്ക് കിട്ടും. സ്റ്റെപ്പ് 4 എന്തായിരുന്നു? ചെക്ക് വെദർ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ പേജ് നമ്പർ 96 അനെക്സ് ജിയിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ MU = 0.87 എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ MU ഷുഡ് ബി ലെസ് ദാൻ MU ലിമിറ്റ് എന്നറിയാം അല്ലേ? അപ്പോൾ MU നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന MU സ്റ്റെപ്പ് 3ൻ്റെ ബേസിൽ MU എത്ര കിട്ടിയിരിക്കുന്നത്? 13.10 kN/m എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ MU ലിമിറ്റ് കണ്ടുപിടിക്കണ്ടേ? MU ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ ഇക്വേഷൻ ഇക്വേഷൻ അനെക്സ് ജിയിലെ C എന്ന ഇക്വേഷൻ MU ലിമിറ്റ് = 0.36 × XU_max/d എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് XU_maxൻ്റെ വാല്യൂ എത്ര വരിക? Fe 415 സ്റ്റീൽ തന്നേക്കുന്നതുകൊണ്ട് XU_max/d പേജ് നമ്പർ 70യുടെ ബേസിൽ 0.48 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് MU ലിമിറ്റിൻ്റെ ഇക്വേഷനിൽ നമുക്ക് 0.138 × FCK/BD² എന്ന ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, XU_maxൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 0.48 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 0.138 × FCK/BD² എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇത്രയും ഇതിനകത്ത് നമുക്ക് FCKയുടെ വാല്യൂ അറിയാം. M20 കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? Bയും D നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 200 160 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് MU ലിമിറ്റ് 14.13 എന്ന് കിട്ടി. നമുക്ക് ഉള്ള ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണ്? 13.10 ആണ്. ലിമിറ്റ് എത്രയാണ്? 14.13 ആണ്. അപ്പോൾ നമുക്കൊരു MU ഈസ് ലെസ് ദാൻ MU ലിമിറ്റ് എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഇതൊരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണ്. അതേപോലെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പ്രശ്നമില്ല. എല്ലാ ഡിസൈനും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ MU ലെസ് ദാൻ MU ലിമിറ്റ് ആയതുകൊണ്ട് അതൊരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഒരു അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആണെങ്കിൽ ടോട്ടൽ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് പിടിക്കുക? അതും പേജ് നമ്പർ 96 അനെക്സ് ജിയിലെ സെയിം ഇക്വേഷനാണ്. MU = 0.87 FY × AST × D എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് വരും അല്ലേ? അത് നമുക്ക് കാൽക്കുലേറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ഓക്കെ, രണ്ട് വാല്യൂസ് AST കാണും. കാരണം ഇത് ഡിഗ്രി 2 ഉള്ള ഇക്വേഷനായിട്ട് രണ്ട് ആൻസേഴ്സ് കിട്ടും. ഈ ആൻസേഴ്സിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണോ അതാണ് സാധാരണ നമ്മൾ AST ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ AST ഇത്രയാണ് റിക്വയർഡ് AST റിക്വയർഡ് എത്രയാണ്? 276 mm² ആണ് റിക്വയർഡ് AST. പക്ഷേ നമ്മൾ നോക്കേണ്ടത് മിനിമം AST എത്രയാണ് കോഡ് അനുസരിച്ച് പറഞ്ഞേക്കുന്നത് അത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് പേജ് നമ്പർ 47 ഇക്വേഷൻ എടുക്കുക. ഈ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് എത്ര നമ്പർ ഓഫ് ബാർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് ഒരു ബാറിൻ്റെ ഡയമീറ്റർ നമ്മൾ അസ്യൂം ചെയ്യും. നമ്മൾ 20 mm ഡയമീറ്റർ ബാറാണ് അസ്യൂം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് AS/BD × 0.85/FY എന്നൊരു ഇക്വേഷനാണ് പേജ് നമ്പർ 47 നമ്മളിപ്പോൾ കണ്ടത് അല്ലേ? ക്ലോസ് 26.5.1.1 അപ്പോൾ AST മിനിമം എത്രയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ FY 415 എടുക്കുക. Bയും Dയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 65.54 mm² മതി മിനിമം AST എന്ന് പറഞ്ഞിട്ട്. നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്? 276 mm² ആണ് റിക്വയർഡ് പറഞ്ഞേക്കുന്നത്. അപ്പം മിനിമത്തിനെക്കാട്ടും മുകളിലായതുകൊണ്ട് അത് മിനിമം ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി എത്ര നമ്പർ ഓഫ് ബാർസ് വേണം നോക്കുക. നമുക്ക് റിക്വയർഡ് എത്രയാണ്? 276 ആണ്. നമ്മൾ 12 mm ബാർസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ബാറിൻ്റെ ഏരിയ എത്രയാണ്? π/4 × 12² ആണ് ഒരു ബാറിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 276 ടോട്ടൽ റിക്വയർഡ് ഡിവൈഡ് ബൈ ഒരു ബാറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ π/4 × 12². 12 എന്നാൽ നമ്മൾ ബാറിൻ്റെ സൈസ് നമ്മൾ അസ്യൂം ചെയ്യാണ് ചെയ്യുക. ഡിസൈൻ പ്രോബ്ലം ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2.44 എന്ന് കിട്ടി. റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 3 നമ്പർ ഓഫ് ബാർസ് കൊടുക്കാം എന്നുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടെൻഷൻ സൈഡിൽ നമ്മൾ 3 ബാർസ് ഓഫ് 12 mm ഡയമീറ്റർ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്താൽ മതി എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഷിയറിൻ്റെ ചെക്കാണ് നമുക്ക് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലായി? നമ്മൾ
ബിയും ഡിയും എൽ എഫക്റ്റീവും കണ്ടുപിടിച്ചു, സൈസും ഷേപ്പും ഒക്കെ ഫിക്സ് ചെയ്തു. അതിനുശേഷം ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിച്ചിട്ട് അതൊരു അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ്റെ ടെൻഷൻ റീൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തു. ഇനി ഡിസൈൻ ചെയ്തതിനകത്ത് ഷിയറിൻ്റെ ചെക്ക് നമ്മൾ ചെയ്യും, അതേപോലെ ഡിഫ്ലക്ഷൻ്റെ ചെക്കും ചെയ്യണം. അപ്പോൾ ഷിയർ ചെക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ടു വി ഈസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി എന്നുള്ള ഇക്വേഷനാണ്. വി യു നമ്മൾ ഓൾറെഡി ഇപ്പോൾ കണ്ടു, സ്റ്റെപ്പ് 3 കണ്ടുപിടിച്ചു, 16.59 എന്നൊരു വാല്യൂ കണ്ടുപിടിച്ചിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ടു വി ഈസ് ഈക്വൽ ടു 0.51 ന്യൂട്ടൺ പെർ mm² എന്നൊരു വാല്യൂ കിട്ടി. ഇനി ടു സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമുക്ക് ടേബിൾ 19 യൂസ് ചെയ്യാം അല്ലേ. ടേബിൾ 19-നകത്ത് M20 കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണ് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എ എസ് ടി പ്രൊവൈഡ് എത്രയാണ്? 100 ഇൻറ്റു എ എസ് ടി ബൈ ബി ഡി എന്നാണ് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലേ. അതിനകത്ത് എ എസ് ടി എന്ന് വെച്ചാൽ എ എസ് ടി പ്രൊവൈഡഡ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എ എസ് ടി പ്രൊവൈഡഡ് എത്രയാണ്? നമ്മൾ എത്രയാണ്? 3 bars ഓഫ് 12 mm ഡയമീറ്ററല്ലേ കൊടുത്തേ, ആ ഏരിയയാണ് അവിടെ കൊടുക്കേണ്ടത്. 5/4 ഇൻറ്റു 12². അത് ഒരു സിംഗിൾ ബാറിൻ്റെ ഏരിയയായി എത്രയാണ്? മൊത്തം 3 ബാറുണ്ട്, ഇൻറ്റു 3 ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ 1.06 എന്നൊരു വാല്യൂ റഫ്ലി കിട്ടും. അപ്പോൾ ടേബിൾ 19-ലേക്ക് നോക്കുക. M20 കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പെർസെൻറ്റേജ് സ്റ്റീൽ 1.06 ആണെങ്കിൽ നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്ത് ടു സി വാല്യൂ 0.632 ന്യൂട്ടൺ പെർ mm² എന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് എടുക്കണം അല്ലേ. ഇനി അതേപോലെ ടേബിൾ 20 നോക്കിയാലോ, നമുക്ക് ടു സി മാക്സ് 2.8 ന്യൂട്ടൺ പെർ mm² ആണ് M20 കോൺക്രീറ്റ് എന്നുള്ള വാല്യൂ നമുക്ക് അറിയാം. അപ്പോൾ ടു വി നമുക്ക് ടു സിയും ടു സി മാക്സും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടു വി ഈസ് ലെസ് ദാൻ ടു സി ആൻഡ് ടു സി മാക്സ് എന്ന് കിട്ടി. 0.51 അല്ലേ ഉള്ളൂ. ടു സി എന്ന് വെച്ചാൽ 0.63യും ടു സി മാക്സ് 2.82 ആണ്. അപ്പോൾ എന്തായി? നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിന് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, നോമിനൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതി എന്ന് നമുക്ക് മനസ്സിലായി. ഈ നോമിനൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എത്രയാണ്? സാധാരണ നമ്മൾ 8 mm ബാർ 2 leg stirrups ആണ് കൊടുക്കുന്നത്. വിത്ത് 300 mm സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് കൊടുത്താൽ മതി. പക്ഷേ ഈ സ്പേസിങ് നമ്മൾ ഡിസൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചെക്ക് ചെയ്യണം. സ്പേസിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മിനിമം ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.75 d അല്ലെങ്കിൽ ഷുഡ് നെവർ ബി ഗ്രേറ്റർ ദാൻ 300 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 0.75 d എന്ന് പറഞ്ഞേക്കുന്നത് 0.75 ഇൻറ്റു 160 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 120 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിനിമം സ്പേസ് നമുക്ക് എത്രയാണ്? 120 mm കൊടുക്കണം എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? പ്രൊവൈഡ് 8 mm 2 legs vertical stirrups at 120 mm സെൻറ്റർ ടു സെൻറ്റർ ആസ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. ഇതാണ് ഷിയറിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ചെക്ക് ചെയ്ത് അത് നോമിനൽ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് മതി എന്നുള്ളത് കൊണ്ട് നമ്മൾ 8 mm ബാസ് അറ്റ് 120 mm സെൻറ്റർ ടു സെൻറ്റർ 2 leg stirrups കൊടുത്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷനാണ് അല്ലേ. അപ്പോൾ ഡിഫ്ലക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് L/D പ്രൊവൈഡഡ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ L/D മാക്സിമം. അപ്പോൾ L/Dയുടെ മാക്സിമം വാല്യൂവിനെക്കാട്ടും L/D പ്രൊവൈഡഡ് എത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിനെക്കാട്ടും കൂടുതലാവാൻ പാടില്ല എന്നാണ് അതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ L/D പ്രൊവൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് അത് കണ്ടുപിടിക്കാനായിട്ട് എല്ലിൻ്റെ വാല്യൂ ഡിൻ്റെ വാല്യൂ നമുക്കറിയാം. അതേപോലെ L/D മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? L/D ബേസിക് ഇൻറ്റു കെ ഇൻറ്റു ടി ഇൻറ്റു കെ ടി കെ സി കെ എഫ് 3 മോഡിഫിക്കേഷൻ ഫാക്ടർ യൂസ് ചെയ്യണം എന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ പേജ് നമ്പർ 37 പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എന്താ നമ്മൾ നോട്ട് എന്ന രീതിയിൽ ഒരു കാര്യം കൂടി ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഒരു റെക്ടാങ്കുലർ സിംഗിളി റീഇൻഫോഴ്സ് ബീമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. റെക്ടാങ്കുലർ സിംഗിളി റീഇൻഫോഴ്സ് ബീം ആകുമ്പോൾ അതിനകത്ത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. അതൊരു ഫ്ലാഞ്ച് ബീമാണോ? ഇല്ല. ഇത് രണ്ടും അല്ലാത്തതുകൊണ്ട് കെ സിയുടെ വാല്യൂവും കെ എഫിൻ്റെ വാല്യൂവും 1 ആയിട്ട് നമുക്ക് എടുക്കാം. അതിന് വേറെ മോഡിഫിക്കേഷൻ ഫാക്ടേഴ്സ് ഒന്നുമില്ല, 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ ഇനി കെ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഫിഗർ 4 എന്ന് നോക്കുക. സൈഡിൽ ഫിഗർ 4 കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗർ 4 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ എഫ് എസ് എന്നൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട് അല്ലേ. എഫ് എസിൻ്റെ വാല്യൂ നമുക്ക് വേണം, അതേപോലെ പെർസെൻറ്റേജ് ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് വേണം. ഈ രണ്ട് വാല്യൂസും ഉണ്ടെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ ഫാക്ടർ ലെഫ്റ്റ് സൈഡിലെ മോഡിഫിക്കേഷൻ ഫാക്ടർ വൈ ആക്സിസിലുള്ള വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എഫ് എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എ എസ് ടി റിക്വയർഡും വേണം, എ എസ് ടി പ്രൊവൈഡഡും വേണം. നമുക്ക് എ എസ് ടി റിക്വയർഡ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 276 mm എന്നൊരു വാല്യൂ നമ്മൾ മിനിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ആ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തതാണ് അല്ലേ. അതേപോലെ തന്നെ എ എസ് ടി പ്രൊവൈഡഡ് എന്താണ്? 3 bars ഓഫ് 12 mm ഡയമീറ്റർ ബാർ കൊടുത്തു 5/4 ഇൻറ്റു 12² ഇൻറ്റു 3 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 195.8 എന്ന് കിട്ടി എഫ് എസിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ ഈ എഫ് എസിൻ്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് പെർസെൻറ്റേജ് സ്റ്റീൽ നമ്മൾ ഓൾറെഡി ഷിയറിൻ്റെ കേസിൽ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 1.06 എന്ന്. ഇത് രണ്ടും നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രാഫിൽ ഫിഗർ നമ്പർ 4 നോക്കുമ്പോൾ കെ ടിയുടെ വാല്യൂ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഫാക്ടറിൻ്റെ വാല്യൂ റഫ്ലി 1.2-നെക്കാട്ടും മുകളിൽ കിട്ടും. അതുകൊണ്ട് 1.25 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, റഫ് വാല്യൂ കിട്ടുള്ളൂ, കാരണം ഈ ഗ്രാഫിനകത്തുനിന്ന് ആക്യുറസി കുറച്ച് കുറവായിരിക്കും, പക്ഷേ ഏകദേശം റേഞ്ച് നമുക്ക് കിട്ടും.
കേട്ടോ. അപ്പം എൽ ബൈ ഡി ബേസിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആദ്യം പറഞ്ഞ സിംപ്ലി സപ്പോർട്ടഡ് ബീമിന് എൽ ബൈ ഡി വാല്യൂ 20 ആണ്, അതാണ് എൽ ബൈ ഡി ബേസിക് നടക്കുന്നത്. ഇൻറ്റു കെ ടി എന്ന് വെച്ചാൽ എത്രയാണ്, ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ ആണ് 1.25. കെ സി കെ എഫും 1 ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി. എന്താണ് കാരണം, സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമാണ്, റെക്ടാങ്കുലർ ബീമാണ്, അതുകൊണ്ട് കെ സി കെ എഫ് 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൽ ബൈ ഡിയുടെ മാക്സിമം വാല്യൂ എത്ര വരിക, 25 ആണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മോഡിഫിക്കേഷൻ ഫാക്ടറൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം. ഇപ്പോൾ എൽ ബൈ ഡി നമ്മൾ എത്രയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, എല്ലിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 3.16 ആണ് ടോട്ടൽ എഫക്റ്റീവ് ലെങ്ത് അല്ലേ. ഡി എന്ന് വെച്ചാൽ 0.16 ആണ് എഫക്റ്റീവ് ഡെപ്ത്. രണ്ട് ചെയ്യുമ്പോൾ 19.75 എന്നൊരു വാല്യൂ കിട്ടി. അപ്പോൾ എന്തായി, എൽ ബൈ ഡി പ്രൊവൈഡഡ് ഈസ് ലെസ് ദാൻ എൽ ബൈ ഡി മാക്സിമം എന്ന് കിട്ടി. അപ്പോൾ ഡിഫ്ലക്ഷൻ ചെക്കിൽ സേഫ് അല്ലേ? അതെ. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ആണ്. ഫിഗർ ഇത് തന്നെയാണ് സാധാരണ ഒരു സിംഗിൾ റീഇൻഫോഴ്സ് ബീമിന് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഇതേ ഫിഗർ വരച്ചാൽ മതി. ഓക്കെ, സെയിം ഫിഗറിനകത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്, ആദ്യം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. ടെൻഷൻ സൈഡ് എവിടെയാണ്, താഴെയാണ്. നമ്മൾ ടെൻഷൻ മുകളിൽ കംപ്രഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. നമ്മളുടെ സിംഗിൾ റീഇൻഫോഴ്സ് ബീമാണ്, താഴെ മാത്രം റീഇൻഫോഴ്സ്മെൻറ്റ് മതി. പക്ഷേ മുകളിലും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റിനകത്ത് കാണിച്ചിട്ടുണ്ട്. എന്തിനാണ് കാണിച്ചേക്കുന്നത്, മുകളിൽ കൊടുത്തേക്കുന്നത് ആങ്കറേജ് ബാസാണ്. നമ്മൾ ആ സിറപ്സ് കറക്റ്റായിട്ട് നിൽക്കണ്ടേ, അതിന് വേണ്ടിയാണ് മുകളിൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ താഴെ കൊടുത്തേക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്കറിയാം 3 bars of 12 mm diameter ആണ് കൊടുത്തേക്കുന്നത് അറിയാം. അതവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ സിറപ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സിറപ്സ് എത്രയാണ് കൊടുത്തേക്കുന്നത്, നമുക്കത് 8 to 10 mm bars ആണ് നമ്മൾ സിറപ്സ് ആയിട്ട് കൊടുത്തേക്കുന്നത് അല്ലേ. സിറപ്സ് എത്രയാണോ കൊടുത്തേക്കുന്നത് അത് നമുക്കവിടെ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഹാങ്ങർ ബാസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് ഏറ്റവും ബെയർ മിനിമം എത്രയാണ് കൊടുക്കാൻ പറ്റുന്നത് അത് നമുക്കവിടെ കൊടുക്കാം. 120 mm സെൻറ്ററിലാണ് നമ്മളിവിടെ 8 mm ബാസ് ആണ് സിറപ്സ് കൊടുക്കുന്നത്, ഇവിടെ 6 ആണ് നോട്ട് ചെയ്തേക്കുന്നത്, അത് 8 ആക്കി നമുക്ക് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഹാങ്ങർ ബാസിന് ഏതെങ്കിലും ഒരു സൈസ് കൊടുത്താൽ മതി. ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ചെറിയ ഡയമീറ്റർ കൊടുത്താൽ മതി. മിനിമം വാല്യൂ 2 ആണ്. രണ്ട് സൈഡിലും ഓരോ സൈഡിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ടോപ്പിൽ രണ്ട് എൻഡിലും ഓരോ ബാർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനാണ് ആങ്കറേജ് അല്ലെങ്കിൽ ഹാങ്ങർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആ സിറപ്സിനെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ, ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് 12 mm ബാർ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഇതിനകത്ത് നമുക്ക് 10 mm ബാർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഒരു സിംഗിൾ റീഇൻഫോഴ്സ് ബീമിൻ്റെ ഡിസൈനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഓടിച്ച് ഡിസ്കസ് ചെയ്യാം. ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. Similar problem ആണ്. Design a singly reinforced beam of clear span 5 meter. Provide to support a design working load of 10 kN. Adopt M20 concrete Fe415 HYSD steel. സിമിലർ ക്വസ്റ്റ്യൻ ആണ്, വ്യത്യാസമൊന്നുമില്ല. ആകപ്പാടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടിൻ്റെ വിഡ്ത്ത് തന്നിട്ടില്ല. സപ്പോർട്ട് വിഡ്ത്ത് തന്നിട്ടില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ബീമിൻ്റെ വിഡ്ത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, മിനിമം സപ്പോർട്ടിൻ്റെ വിഡ്ത്തെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബീമിൻ്റെ വിഡ്ത്ത് അസ്യൂം ചെയ്യാം. 150 to 100 തൊട്ട് 250 വരെ റേഞ്ച് നമുക്ക് അസ്യൂം ചെയ്യുന്നതിന് തെറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു വാല്യൂ ആ ഒരു വാല്യൂ മാത്രമേ ഇതിനകത്ത് ചേഞ്ച് ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ ഗിവൺ ഡേറ്റ നോക്കാം. നമുക്ക് ക്ലിയർ സ്പാൻ 5 മീറ്റർ തന്നിട്ടുണ്ട്, വർക്കിംഗ് ലോഡ് 10 kN/m തന്നിട്ടുണ്ട്, FCK 20 MPa FI 415 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഡയമെൻഷൻ നമുക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമുക്ക് സിമിലർ ആയതുകൊണ്ട് കുറച്ചും കൂടി സ്പീഡിൽ പോകാം. ഇതാണ് നമുക്കത് സിംപ്ലി സപ്പോർട്ട് ബീം ആയതുകൊണ്ട് L/D റേഷ്യോ 20 ആണ്. എല്ലിൻ്റെ വാല്യൂ 5000, 5 മീറ്റർ തന്നിട്ടുണ്ട്, 5000 നമുക്ക് എടുക്കാം MM കൺവേർട്ട് ചെയ്യുമ്പം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 250 എന്നൊരു വാല്യൂ കിട്ടി. ഞാൻ പറഞ്ഞു എപ്പോഴും വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ 10 to 15% എങ്കിലും ഹയർ എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ L/D റേഷ്യോൻ്റെ വാല്യൂ ഇല്ലേ, നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, L/D റേഷ്യോൻ്റെ വാല്യൂ എപ്പോഴും മാക്സിമം ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 20 എടുക്കണം എന്ന് കമ്പൽസറി അല്ല, 20ക്കാട്ടിലും ചെറിയ വാല്യൂ നമുക്ക് എടുക്കുന്നതിന് പ്രശ്നമില്ല, വലുതാവാൻ പാടില്ല എന്നാണ് നമുക്ക് കോഡിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. പേജ് നമ്പർ 37. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ L/D റേഷ്യോ 20 എടുത്താലും 15 എടുത്താലും ഇസ് ഓക്കെ. പക്ഷേ എപ്പോഴും ഡെപ്ത് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഹയർ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് നമ്മൾ ഹയർ ആയിട്ട് അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഡിസൈൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാതെ വരും. അപ്പോൾ നമുക്ക് തിരിച്ച് ഈ സ്റ്റെപ്പിലേക്ക് വന്ന് ഡെപ്തിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അഡോപ്റ്റ് എഫക്റ്റീവ് ഡെപ്ത് 350 എന്ന വാല്യൂ എടുത്തത് അതുകൊണ്ടാണ്, കുറച്ചും കൂടി ഹയർ വാല്യൂ എടുത്തു. ഓക്കെ, കാരണം ഇവിടെ ലോഡ് കൂടുതലാണ്, നേരത്തെക്കാട്ടും 10 kN/m ആണ് ലോഡ്, നേരത്തെ 6 ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത്. ഇനി ഓവറോൾ ഡെപ്ത് അപ്പോൾ എത്ര കിട്ടി, 350 ആണ് എഫക്റ്റീവ് ഡെപ്ത് എങ്കിൽ പ്ലസ് കവർ, എഫക്റ്റീവ് കവർ 40 നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത്. അത് എക്സ്പോഷർ കണ്ടീഷൻ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് 40 തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടി റഫ്ലി ഓവറോൾ ഡെപ്ത് 400 mm എന്ന് കിട്ടി. വിഡ്ത്ത് ഓഫ് ബീം ഞാൻ പറഞ്ഞു, സപ്പോർട്ട് വിഡ്ത്ത് തന്നിട്ടില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും റാൻഡം വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. 100 to ഒരു 250 റേഞ്ച് നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ 200 mm നമ്മുടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എഫക്റ്റീവ് സ്പാൻ നമ്മൾ പറഞ്ഞു, അതിനകത്ത് നമുക്ക് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് എന്ന ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ സപ്പോർട്ട് കിട്ടാൻ സപ്പോർട്ടിന് വിഡ്ത്ത് തന്നിട്ടില്ല. അതുകൊണ്ട് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് ചെയ്യുമ്പോൾ
ക്ലിയർ സ്പാൻ എത്രയാണ്? 5000 ആണ്. 5 മീറ്റർ തന്നിട്ടുണ്ട്. പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് 350 ആണ്. ചെയ്യുമ്പോൾ 5.35 മീറ്റർ എന്നൊരു വാല്യൂ നമുക്ക് എഫക്റ്റീവ് സ്പാനായിട്ട് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ ലോഡ് കാൽക്കുലേഷൻ ചെയ്യാം. അതിനകത്ത് ഡെഡ് ലോഡ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് സെൽഫ് വെയിറ്റ് എടുക്കാം. B 0.2 ആണ്, ക്യാപിറ്റൽ D 0.4 ആണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. യൂണിറ്റ് വെയിറ്റ് ഓഫ് കോൺക്രീറ്റ് 25 ആണെന്ന് അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 kN/m കിട്ടി. ലൈവ് ലോഡ് വർക്കിംഗ് ലോഡാണ് 10 kN/m തന്നിട്ടുണ്ട്. ടോട്ടൽ ലോഡ് അപ്പോൾ 12 kN/m എന്നൊരു വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യേണ്ടേ? അതെ, ഫാക്ടറൈസ് ചെയ്യാൻ പേജ് നമ്പർ 68 ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്ത് ടേബിളിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 1.5 ആണ്. ഡെഡ് ലോഡ് ലൈവ് ലോഡ് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ലോഡ് എത്രയായി? ഫാക്ടേർഡ് ലോഡ് ഇസ് ഇക്വൽ ടു 18 kN/m എന്നൊരു വാല്യൂ നമുക്കിവിടെ കിട്ടി അല്ലേ. അതേപോലെ സ്റ്റെപ്പ് 3 നോക്കുമ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും കണ്ടുപിടിക്കണം അല്ലേ. സെയിം സ്റ്റെപ്സ് ആണ്, വ്യത്യാസമൊന്നുമില്ല. ഫസ്റ്റ് പ്രോബ്ലം പോലെ തന്നെയാണ് ബാക്കിയെല്ലാം. അപ്പം ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 64.4 kN/m, ഷിയർ ഫോഴ്സ് 48.2 kN കിട്ടി. ഇനി സ്റ്റെപ്പ് 4 എന്താണ്? അത് അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് 0.138 × FCK/BD² എന്നൊരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ 0.138 എങ്ങനെ കിട്ടി? നമുക്ക് പേജ് നമ്പർ 96 ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 0.36 × XUmax/Dനകത്ത് Fe 415 സ്റ്റീൽ ആയതുകൊണ്ട് XUmax/Dൻ്റെ വാല്യൂ 0.48 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക? 0.138 എന്നൊരു ടേമിലേക്ക് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തേക്ക് നോക്കിയായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? MU ലിമിറ്റ് 67.62 എന്ന് കിട്ടി. നമുക്ക് തന്നേക്കുന്ന ലോഡ് എത്രയാണ്? സ്റ്റെപ്പ് 3 നമുക്ക് കിട്ടി MU = 64.4 എന്ന് കിട്ടി. MU ലിമിറ്റ് 67.62 ആയതുകൊണ്ട് MU ലെസ് ദാൻ MU ലിമിറ്റ് ആയതുകൊണ്ടും അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ സ്റ്റെപ്പ് 5 എന്ത് ചെയ്യാം? ഒരു അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ്റെ ടെൻഷൻ റീൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാൻ MU = 0.87 FI × ST എന്ന ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വാല്യൂസ് കിട്ടും. അതിൽ മിനിമം വാല്യൂ ഏതാണ്? ഇവിടെ നമുക്ക് മിനിമം വാല്യൂ ഏതാണ്? 625.67 ആണ്. റഫ്ലി നമുക്ക് 625 mm² ആണ് നമുക്ക് റിക്വയർഡ് AST എന്ന് നമുക്കിവിടെ മനസ്സിലായി. ഓക്കെ, ഇനി അപ്പോൾ മിനിമം റീൻഫോഴ്സ്മെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടേ? അതിന് പേജ് നമ്പർ 47 ഇക്വേഷൻ നമുക്ക് നോക്കാം. ആ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് AS/BD = 0.85/FI ആണ്. അപ്പോൾ മിനിമം AST എത്രയാണ് കിട്ടിയത്? 143.37 എന്നൊരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് റിക്വയർഡ് AST നമ്മൾ 625 mm² ആയതുകൊണ്ട് മിനിമം റീൻഫോഴ്സ്മെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ എത്ര ബാർസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? AST റിക്വയർഡ് ബൈ ഏരിയ ഓഫ് 1 bar ആണ്. അപ്പോൾ AST റിക്വയർഡ് എത്രയാണ്? നമുക്ക് ഇവിടെ 20 mm ബാറാണ് യൂസ് ചെയ്യുന്നത് അസ്യൂം ചെയ്തിട്ട് AST റിക്വയർഡ് നമുക്ക് 625 എന്നൊരു വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞ സ്റ്റെപ്പിൽ. π/4 × 20² നമുക്ക് ഒരു ബാറിൻ്റെ ഡയമീറ്റർ ആണ്. π/4 × 20². നമുക്ക് ഏരിയ ആണ് അത് കിട്ടിയത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.98 എന്ന് റഫ്ലി റൗണ്ട് ചെയ്ത് 2 bars എന്ന് കൊടുക്കാം. അപ്പോൾ 2 റീൻഫോഴ്സ്മെൻറ്റ് ബാർസാണ് ടെൻഷൻ സൈഡിൽ നമ്മൾ കൊടുക്കേണ്ടത് ഓഫ് 20 mm ഡയമീറ്റർ. ഇതാണ് നമ്മൾ ടെൻഷൻ റീൻഫോഴ്സ്മെൻ്റ് ആയിട്ട് നമുക്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നത്. ശരി, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നേരത്തെ ചെയ്തതുപോലെ ഷിയറിൻ്റെ ചെക്കാണ് അല്ലേ. ഷിയർ ചെക്ക് നമ്മൾ ചെയ്യാനായിട്ട് ടോ B കണ്ടുപിടിക്കുക, ടോ C കണ്ടുപിടിക്കുക. സിമിലർ സ്റ്റെപ്സ് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ VUവിൻ്റെ വാല്യൂ നമുക്ക് 48.2 എന്നറിയാം. ചെയ്യുമ്പോൾ ടോ B 0.68 എന്നറിയാം. അതേപോലെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ നമ്മൾ കണ്ടുപിടിക്കണം ബേസ്ഡ് ഓൺ പ്രൊവൈഡഡ് 2 bars ഓഫ് 20 mm ഡയമീറ്റർ കൊടുത്തത് വെച്ചിട്ട് AST സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 0.89 എന്നൊരു വാല്യൂ പെർസെൻറ്റേജ് ഓഫ് സ്റ്റീലിന് കിട്ടി. കറസ്പോണ്ടിങ് ടേബിൾ 19 നോക്കിക്കഴിഞ്ഞാൽ ടോ സിയുടെ വാല്യൂ 0.59 എന്ന് കിട്ടും. പക്ഷേ ഈ കേസിൽ നമുക്ക് എന്താ വരിക? ടോ B ഈസ് ഗ്രേറ്റർ ദാൻ ടോ C എന്ന് കിട്ടി. അങ്ങനത്തെ കേസ് വരുമ്പോൾ എന്താ വരിക? നമുക്ക് ഷിയർ റീൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യണം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ ഷിയർ ഫോഴ്സ് എത്രയാണ്? നമുക്ക് ഈ ഇക്വേഷനൊക്കെ പേജ് നമ്പർ 72, 73 നമ്മൾ പഠിച്ചതാണ്. VUS = VU - ടോ CBD ആണ്. അഡീഷണൽ ഷിയർ ഫോഴ്സ് എത്രയാണ്? അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റിറപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. VU എന്ന് വെച്ചാൽ 48.2 × 10³ ആണെന്നറിയാം. മൈനസ് ടോ CBD, ടോ സിയുടെ വാല്യൂ 0.59. ബിയും ഡിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 6900 എന്നൊരു വാല്യൂ നമുക്ക് VUSന് കിട്ടി. കറസ്പോണ്ടിങ് വാല്യൂ വെച്ച് നമുക്ക് സ്പേസിംഗ് ഇക്വേഷൻ സെയിം പേജിലുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 1841 mm എന്നൊരു വാല്യൂ കിട്ടി. ഇതിനകത്ത് നമ്മൾ FYൻ്റെ വാല്യൂ നമ്മൾ 250 എടുക്കുന്ന കേസസ് ഉണ്ട്. നമ്മൾ 415 ആണ് എടുത്തേക്കുന്നത്. കാരണം നമ്മളിവിടെ HSD ബാസ് തന്നെ നമ്മൾ ഡയറക്റ്റ് റീൻഫോഴ്സ്മെൻ്റ് ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഡിസൈനാണ്, നിങ്ങളുടെ 250 mm ആണ് ഇവിടെ കൊടുക്കുന്നത്. 250 FE ഉള്ള FY ഈൽഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ബാറാണ് ഇവിടെ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യാം. ഇറ്റ്സ് ഫൈൻ. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഷിയർ റീൻഫോഴ്സ്മെൻറ്റ്. HSD ബാസിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാനത് കൊടുക്കുന്നു എന്ന് നമ്മുടെ അസംഷനാണ്. ഇറ്റ്സ് ഓക്കെ. ഡിസൈൻ പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് വേണം അവിടെ പ്രൊവൈഡ് ചെയ്യാം. അഥവാ നമ്മൾ 250 mm 250 FI ഉള്ള ഒരു ബാറാണ് കൊടുക്കുന്നതെങ്കിൽ അത് സൈഡിൽ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് തന്നേക്കുന്ന പോലെ മാക്സിമം സ്പേസിങ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. 0.75D അല്ലെങ്കിൽ നോട്ട് ഗ്രേറ്റർ ദാൻ 300 mm ആണ്. നമ്മൾ ചെയ്യുമ്പോൾ 260 mm ആണ് നമുക്ക് 0.75Dയുടെ വാല്യൂ കിട്ടുന്നത് അല്ലേ. അതുകൊണ്ട് പ്രൊവൈഡ് 2 leg stirrups, 8 mm diapers,
അറ്റ് 260 mm സെൻറ്റർ ടു സെൻറ്റർ. ഓക്കെ, ഇതാണ് നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമുക്ക് ലാസ്റ്റ് ചെക്കാണ്, ഡിഫ്ലക്ഷൻ്റെ ചെക്കാണ്. ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യാൻ LD പ്രൊവൈഡഡ്, LD മാക്സിമം ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഫിഗർ നമ്പർ 4 ഇക്വേഷനാണ് ഉണ്ടെങ്കിൽ ഇതും നമ്മൾ സിംഗിൾ റീഇൻഫോഴ്സ് ബീമാണ്, റെക്ടാങ്കുലർ ബീമാണ്. അതുകൊണ്ട് KCയുടെ വാല്യൂവും KFൻ്റെ വാല്യൂ നമുക്ക് 1 ആയിട്ട് എടുക്കാം. അതേപോലെ ഫിഗർ നമ്പർ 4 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ഷിയർ ഓൾറെഡി നമ്മൾ ഷിയർ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ചെയ്തതാണ് 0.89 എന്നൊരു വാല്യൂ കിട്ടി. FSൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 0.58 ഇൻറ്റു FY415 ആണ് ഇൻറ്റു ക്രോസ് സെക്ഷൻ ഏരിയ റിക്വയർഡ് എത്രയാണ്, നമുക്ക് 625 എന്നൊരു വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്ററിൽ നമ്മൾ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് അല്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതേപോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് എത്രയാണ്, 2 bars of 20 mm ഡയമീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്തത്. രണ്ടിൻ്റെയും ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, ഏകദേശം 240 അടുപ്പിച്ചൊരു വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ, 239 എന്നാണ് സംതിങ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ റഫ്ലി 0.89% കറസ്പോണ്ടിങ് ആയിട്ട്, അതേപോലെ നമുക്ക് FSൻ്റെ വാല്യൂ 240 റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് 1ന് മുകളിലൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ 1.01 1.02 എന്നൊരു വാല്യൂ നമുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ LD മാക്സിമം എത്ര കിട്ടി, 20 ഇൻറ്റു 1.01, KCയും KFും 1 ആയതുകൊണ്ട് 20.2 എന്നൊരു വാല്യൂ കിട്ടി. LD പ്രൊവൈഡ് എത്രയാണ്, 5.35 ഡിവൈഡ് ബൈ 0.35 ആണ്. നമുക്ക് രണ്ട് വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ക്യാപിറ്റൽ L നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ആണ് 5.35, സ്മോൾ ഡിയുടെ വാല്യൂ 350 mm ആണ് നമ്മൾ എടുത്തത്. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 15.28 കിട്ടി. ലെസ് ദാൻ 20.2 ആയതുകൊണ്ട് എന്തായി, LD പ്രൊവൈഡഡ് ഇസ് ലെസ് ദാൻ LD മാക്സിമം, ദെർഫോർ ഹെൻസ് സേഫ് ഇൻ ഡിഫ്ലക്ഷൻ എന്ന് കിട്ടി. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ഡീറ്റെയിലിംഗ് ആണ്. ഫിഗറിന് മാർക്ക് വളരെ കൂടുതലാണ്, അത് നന്നായിട്ട് വരയ്ക്കുക. സെയിം ഫിഗർ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. എക്സ്ട്രാ ഉള്ളത് എന്താണ്, ഇതിനകത്ത് നമുക്ക് ക്ലിയർ സ്പാനും എഫക്റ്റീവ് സ്പാനും നമ്മൾ കാണാം. സെൻറ്റർ ടു സെൻറ്റർ സപ്പോർട്ട് നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്പോർട്ടിൻ്റെ വിടുത്ത് തന്നിട്ടില്ല എന്നറിയാം. അതുപോലെ ടെൻഷൻ സ്റ്റൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് താഴെ പ്രൊവൈഡ് ചെയ്തതാണ്, ആരോ കുറച്ച് മാറിയിട്ടുണ്ട്. അപ്പം ആ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ 2 bars of 20 mm ഡയമീറ്റർ ആണ് കൊടുത്തത്. ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് കുറച്ച് ചേഞ്ച് ഉണ്ട്, 8 mm bars ആണ് കൊടുത്തത് അല്ലേ. അത് നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ കൊടുത്തു. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഹാങ്ങർ ബാസ് മുകളിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. നമുക്ക് ഇതിനകത്ത് കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ല, സിംഗിൾ റീഇൻഫോഴ്സ് ബീം ആയതുകൊണ്ട്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ സൈസ് കുറഞ്ഞ ഏകദേശം 10 or 12 mm bars 2 ഓരോ സൈഡിലായിട്ട് കൊടുക്കുക ഹാങ്ങർ ബാറായിട്ട്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ സാധാരണ ഒരു സിംഗിൾ റീഇൻഫോഴ്സ് ബീമിൻ്റെ ഡിസൈനിന് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ടൈപ്പ് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.